നമസ്കാരം. ഓരോ ഒളിമ്പിക്സിനെത്തുമ്പോഴും ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരു മെഡലെങ്കിലും നേടണേ എന്നാണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകൾ നേടിയപ്പോൾ രാജ്യം അത്യുത്സാഹത്തിലായതിന് കാരണം ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യ ഒരു ഒളിമ്പിക്സിൽ 7 മെഡലിലേക്ക് എത്തിയത് എന്നതുകൊണ്ടുകൂടിയാണ്. അത്ലറ്റിക്സിൽ ഒരേയൊരു മെഡൽ മാത്രമേ ഇതുവരെ ഇന്ത്യയുടെ അക്കൗണ്ടിലുള്ളൂ. സ്വർണ്ണ നേട്ടത്തിൽ ഭൂരിപക്ഷവും നമുക്ക് മുൻപേയുള്ള തലമുറകൾ സമ്മാനിച്ച ഹോക്കിയിലെ വിജയവുമാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സുവർണ താരങ്ങൾ ആരൊക്കെ? ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ഇന്ത്യ തുടരുന്ന കാലത്ത് 1900 മുതൽ തന്നെ സ്വന്തം താരങ്ങളെ രാജ്യം ഒളിമ്പിക്സിന് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ടീം എന്ന നിലയിൽ ഒളിമ്പിക് സാന്നിധ്യം 1920 മുതലാണ് തുടങ്ങിയത്. 1923 ഓൾ ഇന്ത്യ ഒളിമ്പിക് കമ്മിറ്റി രൂപീകൃതമായതോടെ പിന്നീട് ഒളിമ്പിക് കമ്മിറ്റിക്ക് കീഴിൽ ഇന്ത്യൻ ടീം പങ്കെടുത്തു തുടങ്ങി. 1928 ഒളിമ്പിക്സിൽ ഹോക്കിയിൽ സ്വർണ്ണ നേട്ടത്തോടെ ഇന്ത്യൻ ടീം എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നീട് 1932, 36, 48, 52, 56, 64, 80 ഒളിമ്പിക്സുകളിലായി 8 സ്വർണം നേടിയ ഇന്ത്യയെ മറികടക്കാൻ മറ്റൊരു ടീമിനും ഇന്നുമായിട്ടില്ല. കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയതോടെ ഇന്ത്യയുടെ ഹോക്കി മെഡൽ നേട്ടം 12ആയി. അതും ഒളിമ്പിക് ചരിത്രത്തിലെ റെക്കോർഡാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1952 ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി ഒരു വ്യക്തിഗത മെഡൽ നേടിയത്. ഗുസ്തി താരം KD ജാദവ് വെങ്കലം നേടി ചരിത്രം തിരുത്തി. ഹോക്കിയിൽ ആധിപത്യം തുടർന്നെങ്കിലും ഒരു വ്യക്തിഗത നേട്ടം പിന്നെ കേട്ടത് 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിന്റെ ടെന്നീസ് കോർട്ടിൽ. ലിയാൻഡർ പേസ് സിംഗിൾസിൽ വെങ്കലം നേടി ഇന്ത്യൻ ടെന്നീസിന്റെ മുഖമായി. വനിതാ താരങ്ങളുടെ ചരിത്രം തിരുത്താൻ ഒളിമ്പിക്സിൽ 100 വർഷം വേണ്ടിവന്നു ഇന്ത്യക്ക്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ കർണം മല്ലേശ്വരി ഭാരോദ്വഹനത്തിൽ വെങ്കലം നേടി ഒളിമ്പിക് പോഡിയത്തിലെത്തുന്ന ആദ്യ വനിതാ താരമായി. തൊട്ടുപിന്നാലെ ഏതൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും ചരിത്രത്തിന്റെ ഭാഗമായി. ഇന്ത്യൻ സൈനികൻ ഷൂട്ടിംഗ് ഡബിൾ ട്രാപ്പിൽ വെള്ളി വെടിവെച്ചിട്ടതോടെ വ്യക്തിഗത വെള്ളി മെഡൽ നേടുന്ന ആദ്യ താരമായി. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. ആദ്യ വ്യക്തിഗത സ്വർണവുമായി തിളങ്ങിയത് ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. 10 മീറ്റർ എയർ റൈഫിളിലായിരുന്നു നേട്ടം. ബോക്സിംഗ് റിംഗിലെ ആദ്യ മെഡലുമായി വിജേന്ദർ സിംഗും ഇന്ത്യൻ പട്ടികയിൽ ഇടം പിടിച്ചു. ഗുസ്തിയിൽ സുശീൽ കുമാറും വെങ്കലം നേടിയതോടെ 3 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ സ്വന്തം റെക്കോർഡ് തിരുത്തി. ൽ ലണ്ടനിലെത്തിയപ്പോൾ ഇന്ത്യ തലയുയർത്തി നിന്നു. 2 വെള്ളിയും 4 വെങ്കലവും അടക്കം 6 മെഡലുകൾ. ഷൂട്ടിംഗിൽ വിജയ് കുമാറും ഗുസ്തിയിൽ സുശീൽ കുമാറും വെള്ളി നേടി. സൈന നെഹ്വാൾ ബാഡ്മിന്റൺ സിംഗിൾസിലും, മേരി കോം ബോക്സിംഗിലും, ഗഗൻ നരംഗ് ഷൂട്ടിംഗിലും, യോഗേശ്വർ ദത്ത് ഗുസ്തിയിലും വെങ്കലം നേടി. അക്കാലം വരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ വേട്ട. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ 2ആയി ചുരുങ്ങി. ബാഡ്മിന്റണിൽ വെള്ളി നേടി PV സിന്ധുവും റെസ്ലിംഗിൽ വെങ്കലം നേടി സാക്ഷി മാലിക്കുമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. 2020 ടോക്കിയോയിൽ 122 താരങ്ങളെ അയച്ച് ഇന്ത്യ ചരിത്ര മുന്നേറ്റമാണ് നടത്തിയത്. 7 മെഡലുകൾ. ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ചരിത്രം തിരുത്തി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ സ്വർണ്ണമണിഞ്ഞു. ഭാരോദ്വഹനത്തിൽ മീരാബായ് ചനുവും ഗുസ്തിയിൽ രവികുമാർ ദഹിയയും വെള്ളി നേടി. 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹോക്കിയിൽ വീണ്ടും മെഡലണിഞ്ഞ് ഇന്ത്യൻ ടീം. ബാഡ്മിന്റണിൽ PV സിന്ധു വെങ്കലം നേടിയപ്പോൾ ഗുസ്തിയിൽ ബജ്രംഗ് പുനിയയും ബോക്സിംഗ് റിംഗിൽ നിന്ന് ലോവ്ലിന ബോർഗോഹെനും മെഡൽ പട്ടികയിൽ ഇടം പിടിച്ചു. ഇത്തവണ 117 താരങ്ങളാണ് ഇന്ത്യക്കായി ഇറങ്ങുന്നതെങ്കിലും ടോക്കിയോയിലെ റെക്കോർഡ് മറികടക്കുകയാണ് ലക്ഷ്യം. ഓരോ ഇനങ്ങളിലും ഒന്നിലധികം മികച്ച താരങ്ങളുടെ സാന്നിധ്യമുള്ളത് ഇന്ത്യൻ പ്രതീക്ഷ വാനോളമുയർത്തുന്നു.